നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ ചെറിയ കുറ്റങ്ങൾക്ക് പോലും കടുത്ത ശിക്ഷയാണ് ലഭിക്കുക. ആയതിനാൽ തന്നെയാണ് സുരക്ഷയുടെ കാര്യത്തിൽ UAE ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇപ്പോഴും ഒന്നാമത് തന്നെ നിൽക്കുന്നത്. അത്തരത്തിൽ അബുദാബി ജയിലിലെ ഇരുണ്ട അറകളിൽ വധശിക്ഷയ്ക്ക് വർഷങ്ങളോളം വേദനയോടെ കാത്തിരുന്ന മലയാളി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെന്ന വാർത്തകൾ ഏറെ അമ്പരപ്പോടെയാണ് പ്രവാസ ലോകം കേട്ടത്. അതിന് വഴിയായതോ പ്രവാസികൾ ദൈവതുല്യനായി കാണുന്ന ഒരാൾ മുഖേനയും. പ്രവാസികളേറെ ബഹുമാനത്തോടെയും ആദരവോടെയും കാണുന്ന ഒരാളായ MA യൂസഫ് അലി എന്ന മനുഷ്യസ്നേഹി ഇല്ലായിരുന്നുവെങ്കിൽ തൃശൂർ നടവരമ്പ് സ്വദേശി ബെക്സ് കൃഷ്ണന്റെ ജീവിതം കണ്ണീർ കയത്തിൽ ആയേനെ. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് പൂർണ്ണവിരാമം ഇട്ടുകൊണ്ടാണ് വ്യവസായി MA യൂസഫ് അലി ബെക്സ് കൃഷ്ണനെ ജയിൽ മോചിതനാക്കിയത്. അവസാനം ഇതാ ബെക്സ് കൃഷ്ണൻ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാത്രി 8:20 അബുദാബിയിൽ നിന്നും പുറപ്പെട്ട് ബുധനാഴ്ച പുലർച്ചെ 1:45 കൊച്ചിയിലെത്തിയ ഇത്തിഹാദ് വിമാനത്തിലാണ് ബെക്സ് ജനിച്ച മണ്ണിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. കുടുംബാംഗങ്ങളുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനാണ് ഇതോടെ അവസാനമായിരിക്കുന്നത്. മകൻ അദ്വൈതും ഭാര്യ വീണയും വിമാനത്താവളത്തിൽ കൃഷ്ണനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. ആ കാഴ്ച പ്രവാസ ലോകം നിറകണ്ണുകളോടെയാണ് സാക്ഷ്യം വഹിച്ചത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജീവിതത്തിലെ സർവ്വപ്രതീക്ഷകളും അസ്തമിച്ചു നിൽക്കെയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ബെക്സ് കൃഷ്ണന് രക്ഷകനായി എത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് അബുദാബി മുസഫയിൽ വെച്ച് താൻ ഓടിച്ചിരുന്ന വാഹനം തട്ടി സുൽത്താൻ ബാലൻ മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു തൃശൂർ പുത്തൻചിറ ചെറവട്ട ബെക്സ് കൃഷ്ണന്റെ വധശിക്ഷ യൂസഫ് അലിയുടെ ഇടപെടലിൽ ഒഴിവായത്. അപകടത്തിൽ മരിച്ച കുട്ടിയുടെ കുടുംബവുമായി യൂസഫ് അലി നിരന്തരം നടത്തിയ ചർച്ചകളുടെയും ദയാദിനമായി 5 ലക്ഷം ദിർഹം, അതായത് 1 കോടിയോളം രൂപ നൽകിയതിന്റെയും അടിസ്ഥാനത്തിലാണ് ശിക്ഷ റദ്ദ് ചെയ്യാൻ കോടതി വഴി സാധ്യമായിരിക്കുന്നത്. 2012 സെപ്റ്റംബർ 7-നായിരുന്നു അബുദാബിയിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ബെക്സിന്റെ ജീവിതം മാറ്റിമറിച്ച സംഭവം നടന്നത്. ജോലി സംബന്ധമായി മുസഫയിലേക്ക് പോകവെ സംഭവിച്ച വാഹനാപകടത്തിൽ സുഡാൻ പൗരനായ കുട്ടി മരണപ്പെടുകയായിരുന്നു. കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ നരഹത്യക്ക് കേസെടുത്ത അബുദാബി പോലീസ് ബെക്സ് കൃഷ്ണനെതിരായി കുറ്റപത്രം സമർപ്പിച്ചു. CCTV തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടികളുടെ ഇടയിലേക്ക് വാഹനം പാഞ്ഞു കയറിയാണ് മരണം സംഭവിച്ചത്. ഇത് തെളിഞ്ഞതിനാലാണ് മാസങ്ങൾ നീണ്ട വിചാരണകൾക്ക് ശേഷം UAE സുപ്രീം കോടതി 2013 ബെക്സിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. അബുദാബി അൽ വത്വ ജയിലിൽ കഴിഞ്ഞിരുന്ന ബെക്സിന്റെ മോചനത്തിനായി കുടുംബം നടത്തിയ ശ്രമങ്ങൾ ഒന്നും ഫലവത്താകാതെ സർവ്വപ്രതീക്ഷകളും തകർന്ന സമയത്താണ് ബന്ധു സേതു വഴി MA യൂസഫ് അലിയോട് മോചനത്തിനായി ഇടപെടാൻ കുടുംബം സഹായം തേടിയത്. കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ കുടുംബവുമായി യൂസഫ് അലി നിരവധി തവണ ചർച്ചകൾ നടത്തുകയും കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താനായതുമാണ് മോചനത്തിലേക്ക് വഴി തെളിഞ്ഞത്. ഒരവസരത്തിൽ ഇതിനായി സുഡാനിൽ നിന്നും കുടുംബാംഗങ്ങളെ അബുദാബിയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വർഷങ്ങൾ നീണ്ട നിരന്തര ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും ശേഷം മാപ്പ് നൽകാമെന്ന് ബാലന്റെ കുടുംബം കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് ബെക്സിന്റെ കാരാഗൃഹവാസത്തിന് വിരാമമാകുന്നത്. നഷ്ടപരിഹാരമായി കോടതി 5 ലക്ഷം ദിർഹം ആവശ്യപ്പെട്ടപ്പോൾ യൂസഫ് അലി തന്നെ അത് മുൻകൈയെടുത്ത് കഴിഞ്ഞ ജനുവരിയിൽ കോടതിയിൽ കെട്ടിവെക്കുകയാണ് ഉണ്ടായത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.